ഒരുപാട് ഒരുപാട് സന്തോഷമായി നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ. വലിയ വിജയത്തിലൊന്നും എത്തിയില്ലെങ്കിൽ നിങ്ങൾ കാരണമാണ് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്നും ഉയരത്തിലെത്തണേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവലുണ്ട്. നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പക്ഷേ ഇപ്പം നിങ്ങൾ വീഡിയോ തീരെ ഇടണില്ലല്ലോ നൈറ്റിൻ്റെ. അപ്പോൾ വലിയ യൂട്യൂബറായി, ഇപ്പോൾ വലിയ ഫേമസ് ഉള്ള ആൾക്കാരോടൊക്കെ ചങ്ങാതിയായി. അപ്പം ഇനിയിപ്പോൾ ഞങ്ങളൊന്നും വേണ്ടേ? ഇപ്പോൾ ഈ നൈറ്റി ബിസിനസ്സൊക്കെ നിങ്ങൾ നിർത്തുമോ? അങ്ങനെ നിർത്തരുത് ഒരിക്കലും. നിങ്ങളെ വീഡിയോ ഇടുമ്പോൾ ആ മെറ്റീരിയൽ കാണാനായിട്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു രസമാണ്. എപ്പോഴും വാങ്ങിയില്ലെങ്കിലും നിങ്ങളെ വർത്താനം ഇങ്ങനെ കേൾക്കുമ്പോൾ മടി പിടിച്ചിരിക്കുമ്പോൾ ഒന്ന് എണീക്കാൻ തോന്നും. അപ്പോൾ ആ വീഡിയോ നിർത്തിക്കാണ്ടുള്ള ഫേമസ് ആവുമല്ലോ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ നല്ല നിലയിൽ എത്തണം തന്നെയാണ് ഞങ്ങളെ ആഗ്രഹം. നമ്മളെ മേരി ചേച്ചീൻ്റെ വാക്കുകളാണ് കേട്ടോ. അതുപോലെ സബർ താത്ത, നസിയ, പിന്നെ അതുപോലെ തന്നെ റാഷിദ, അങ്ങനെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വീഡിയോ നിർത്തിയത് ഇപ്പം നൈറ്റിൻ്റെ എന്താ ഇടാത്തെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല. നമ്മളെങ്ങനെ ഇത് നിർത്തുമോ? യൂട്യൂബ് പിന്നല്ലേ ഉണ്ടായത്, ആദ്യം ഉണ്ടായത് ഇതാണ്. അപ്പം അത് നിർത്തിക്കാണ്ടുള്ള ഒരു പരിപാടിയില്ല. പിന്നെ ഇപ്പോൾ ഡോക്ടർമാർ ഒരു ദിവസം 3 നേരം എന്ന് പറഞ്ഞ മാതിരി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളൊക്കെ അത് ഇത് പറഞ്ഞ് നിങ്ങളെ തള്ളു കേൾക്കാതെ ഇപ്പം നമുക്ക് ഉറക്കം വരാത്ത അവസ്ഥയായിപ്പോയി. ഇവിടെ കാക്കൂൻ്റെ ഒപ്പം ഒരു ചെറുമൻ്റെ കഥ അറിയില്ല. ഒന്ന് കൊടുക്കാഞ്ഞാൽ ചെറുമനക്ക് ഉറക്കം വരില്ല, കിട്ടാഞ്ഞാൽ ചെറുമൻ്റെ പെണ്ണുങ്ങൾക്ക് ഉറക്കം വരില്ല. അതേമാതിരിയാണ് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ അലമ്പ് കളിച്ചു കഴിഞ്ഞാൽ നമുക്കും സമാധാനം ഉണ്ടാവില്ല. എങ്ങനെ ആയാലും നമ്മളിതൊന്നും നിർത്തൂല, നമ്മൾ വന്ന വഴി മറക്കൂല. ഏതായാലും എങ്ങനെയുണ്ട് എല്ലാവരുടെയൊക്കെ ഓണം സെയിലിംഗ് ഒക്കെ? എല്ലാവരും സ്റ്റിച്ച് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ച് ഇനി ഓണത്തിൻ്റെ തലേന്ന് വന്നിട്ടാണ് ഓണത്തിന് വേണ്ട മെറ്റീരിയൽ ഓരോരുത്തർ ചോദിക്കുക. ഇതിപ്പോൾ ഇവിടെ പറയാൻ പറ്റാത്തൊരു പഴഞ്ചൊല്ലായി പോയതുകൊണ്ട് ആ പഴഞ്ചൊല്ല് ഞാനിപ്പോൾ ഇവിടെ പറയണില്ല. അപ്പോൾ ആ നേരത്തെ തിരഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് നേരത്തെ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഓടുന്ന കാണണം. അത് എടുത്ത് വെച്ചിട്ട് എന്താ പറയുക, രസമുള്ള മാത്രം നോക്കരുത്. ബിസിനസ് ആകുമ്പോൾ നോക്കേണ്ടത് ഇത് ലാഭങ്ങളാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ മിഞ്ഞാന്നും വിളിച്ചിരുന്നു ഒരു നസീമ എന്ന് പറഞ്ഞിട്ട്, പാലക്കാട് കൊടുവായൂർ അടുത്തുള്ള ആൾ. അപ്പോൾ അത്രയും അടുത്ത് മെറ്റീരിയൽ ഉണ്ടായിട്ട് നിങ്ങളിത് ഭംഗിയുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് കാര്യമില്ല. ആ പോയോടത്തുനിന്ന് ഏറ്റവും ഭംഗിയുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തെടുത്തിട്ട് അവിടെ നിന്ന് തുടങ്ങുക. കാരണം തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഭംഗി മാത്രം നോക്കിയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ലാഭം കിട്ടൂല. അപ്പം നിങ്ങൾ വേഗം പരിപാടി നിർത്തും. എന്താ ചെയ്യുക? ഇതുകൊണ്ട് ഇപ്പോൾ എന്ത് കാര്യമുള്ള? ഇനിയിപ്പോൾ നിങ്ങളില്ലെങ്കിലും അതേമാതിരി തന്നെ ഒരു ഇതിൻ്റെ കഴിയുമ്പോഴത്തിന് എല്ലാവരോടും ഒന്നും കച്ചവടമാണില്ല അതാണില്ല എന്ന് നിൽക്കരുത്. നമ്മളെ വിജയങ്ങൾ നമ്മൾ പാടി പറഞ്ഞ് നടക്കുക, പരാജയം ഒരിക്കലും ഒരാളോട് പറഞ്ഞ് നടക്കരുത്. നമ്മളെ പൊന്തിക്കണ്ടോ തായ്ക്കണ്ടോ നമ്മൾ തന്നെയാണ്. നമ്മളെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളോട് പറയുമ്പോഴല്ലേ ഓല അറിയാം. പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾക്ക് നമ്മൾ പറയാതെ ഒരാൾ നമ്മളെ ഒപ്പം നമ്മളെ പുതിയാപ്പിളാർ പോരും, നമ്മൾ പറയാതെ നമ്മളെ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ നമ്മൾ പുതിയാപ്പിളാരുടെ നമുക്ക് വേഗം ഒറ്റിയെടുക്കല്ലേ. അപ്പോൾ ഇവിടെ പറയാത്ത നല്ലയില്ലേ. പിന്നെ എല്ലാവരും അപ്പം നിങ്ങളെയൊക്കെ മനസ്സിലാക്കി നിന്നാൽ മതി. ഇതിപ്പോൾ ബുധനാഴ്ച എടുത്ത മെറ്റീരിയലാണ്. പക്ഷേ എനിക്ക് പൊട്ടിക്കാനും ഇതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. അതിൻ്റെ മുന്നേ കൊച്ചി പോക്കൊണ്ട് കുറേ വർക്കവിടെ പെൻഡിങ് ആയിക്കിടന്നു. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തലേന്നിൻ്റെ തലേന്നാണ് എനിക്ക് മെയിൽ വന്നത്. അപ്പോൾ അത് വിശ്വസിക്കണോ വേണ്ടേ, പറ്റിക്കേണ്ടതാവുമോ എന്നൊക്കെയുള്ളൊരു പേടി ആദ്യം. കാക്കുവാണെങ്കിൽ കളിയാക്കാനായിട്ടൊക്കെ യൂട്യൂബിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഓല് വിളിച്ചുകൊണ്ട് പറയില്ല, അതൊരു ഫോൺ കോളോ ഒന്നുമില്ല, ഈ ഒരു മെയിൽ വന്നിട്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെ പോകണം. പിന്നെ രാത്രി പിന്നെയും റിമൈൻഡിങ് ലെറ്റർ വന്ന്. അപ്പോൾ പിന്നെ എന്തായാലും എന്നിട്ട് ഞങ്ങൾ വെറുതെ പോയാലൊരു എന്താ പറയുക, കൊച്ചി ട്രിപ്പാക്കാം, കിട്ടിയാലൊരു യൂട്യൂബ്, ആ കോലത്തിലാണ് പോയത്. എന്തായാലും അൽഹംദുലില്ലാ ചമ്മി വടിയായില്ല. അപ്പോൾ ആ ഒരു ഇല്ലെങ്കിലും അത് അങ്ങനെ ഫേക്കാന്ന് വിചാരിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ അത് നടക്കൂല്ലേനി. അപ്പം നിങ്ങൾ ഈ മാക്സി ബിസിനസ്സിനും അത്രയാണ്. അതാണ് കാര്യം. നമ്മൾ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ അത് ലാഭമാണോ നഷ്ടമാണോ എന്ന്. നിങ്ങൾ അതിൻ്റെ പകരം ഇങ്ങനെ 100 ആൾക്കാരോട് അന്വേഷിച്ച് നടക്കും, എനിക്കെത്ര ലാഭമുണ്ട്, എനിക്കെത്ര ആരെങ്കിലും ഒരാളെ ലാഭം മുഴുവൻ പറയുമോ? ഈ ഞാനടക്കം പറയോ? ഇല്ല. മറ്റേ സന്തൂറിൻ്റെ പരസ്യത്ത് പറഞ്ഞാൽ ഒരാളെ നല്ലത് വേറൊരു പെണ്ണോ ആഗ്രഹിക്കൂല, മുഴുവൻ ആരും പറയില്ല എന്തായാലും. ഒരാളെ നമ്മളിങ്ങനെ ഒരാൾ വരട്ടെ, ഓലത് കേൾക്കട്ടെ, ഓലിപ്പോൾ എൻ്റെ മാതിരി ചെയ്യണ്ടാണല്ലോ. ഇന്നലെ ഇപ്പം എനിക്ക് വിളിച്ച ഓമന ചേച്ചി അതാ പറഞ്ഞത്, നാട്ടിൽ 8-10 നൈറ്റി ബിസിനസ് വരെ പോയിട്ട് ആ ചേച്ചി കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ എന്താ എന്ത് ലാഭം, എന്ത് കിട്ടാനിതെന്ന്, പിന്നെ നേരം പോക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് നിന്ന്. അപ്പോൾ ഞാൻ ആ ചേച്ചിനോട് ചോദിച്ച് ഓലൊക്കെ എത്ര വർഷമായി തുടങ്ങി? എനിക്കറിയില്ല. അപ്പം നിങ്ങളെ അറിവിൽ ഇപ്പോൾ എത്ര വർഷം? ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. എന്നിട്ട് ഓലതൊക്കെ വാങ്ങണം കൊടുക്കണമില്ല ഉണ്ട്. അപ്പോൾ ലാഭമില്ലാതെ ഓലത് തുടർന്നു. നേരം പോക്കിന് മാത്രമായിട്ട് ആരും നേരം പോക്കിന് നമ്മൾ സിനിമ കാണും, റീൽസ് കാണും, അതൊന്നും ആർക്കും നഷ്ടമില്ലാത്ത കാര്യം. പക്ഷെ അതേമാതിരിയാണ് ഇപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചവിട്ടി കുത്തി അടിച്ച് നമുക്ക് എത്ര മെനക്കെടുണ്ട്, എത്ര ടൈം നമ്മൾ അതിൽ തന്നെ ഈ നെക്കൊക്കെ അടിക്കുമ്പോൾ എത്ര ടൈം നമുക്ക് അതിൽ തന്നെ നോക്കി നമ്മളെ ശ്രദ്ധ സമയം എല്ലാം കളഞ്ഞാണ്ട് എന്നും നേരം പോക്ക് എടുക്കുമോ വർഷങ്ങളായിട്ട്?
അത്രയും ചിന്തിച്ചാൽ മതി. അപ്പോൾ ആരും അതെന്താ ആ ചേച്ചിനോട് ഒരു മുഴുവൻ പറയാത്തതിന് കാരണം എന്താ? അത് കേട്ടാണിപ്പോൾ ഈ ചേച്ചി തുടങ്ങിയ ഈ ചേച്ചീൻ്റെ ഭാഗത്തു നിന്നെങ്കിൽ ഈ ചേച്ചി മോലെടുന്ന് സാധനം എടുക്കണ്ട. അപ്പം നമ്മൾ ഈ അന്വേഷണം കുറച്ച് കാണും നിർത്തുക. നമ്മളിങ്ങനെ നല്ല എനർജിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയങ്ങൾ ഇങ്ങനെ തിരഞ്ഞ് നടന്ന് കഴിക്കണം. ഇങ്ങനെ ഓലത് എങ്ങനെ നന്നായിക്കണം നോക്കട്ടെ, ബലത് നന്നായിക്കണം നോക്കട്ടെ, ബല് പറയണ്ടേക്കട്ടെ. ഒരാളെ കാര്യത്തിൽ നല്ലതിന് പറയില്ല. നമ്മളെ നന്മ നമ്മൾ മാത്രമേ ആഗ്രഹിക്കുള്ളൂ. ഒരുവിധം കെട്ടിയന്മാർ വരെ ഇതിനെതിർത്ത് നിൽക്കേണ്ട എന്താ പറയുക, പിന്നെ ഓൽക്ക് അടിമായിട്ട് നിൽക്കേണ്ട ഓല് നമ്മളെക്കാട്ടിയും വലുതാവോ, ഞാൻ പറഞ്ഞ് ഓള് വലിയതൊക്കെ ആയാൽ പിന്നെ ഞാൻ പറഞ്ഞ് കേൾക്കുമോ, ഞാൻ പറഞ്ഞു കൊടുത്ത് നിൽക്കുമോ, ഓള് ഇതിനെക്കാട്ടി വലിയ ആൾക്കാരൊപ്പം പോവുക, അപ്പോൾ ഓക്ക് ഇന്നെ പറ്റാതാവുക, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ നന്നായാലും ഇനി മറ്റൊരു സ്ഥലത്തൊക്കെ പോകും. പിന്നെ ഇനി അതുമല്ല നാട്ടുകാരും ഓനൊരു തണ്ടാണ് ഓളെ ചിലവിൽ കഴിയാന്നുള്ളത് പറയും. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിൻ്റെ അപ്പുറത്തുണ്ട്. പക്ഷെ ഇങ്ങൾക്ക് എന്താവണം, നിങ്ങളെ കാര്യത്തിൽ ഇങ്ങൾക്കുള്ള അത്ര ചിന്തയും ശുഷ്കാന്തി ഒന്നും ആർക്കും വരില്ല. അത്ര കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ തന്നെ നടക്കുമ്പോൾ നിങ്ങളാവും ചിലപ്പം വേറെ ആരുടെങ്കിലൊക്കെ റോൾ മോഡൽ. അത് നിങ്ങൾ ആലോചിക്കലുണ്ടാ? നിങ്ങളറിയാത്ത എന്തൊക്കെയോ ക്വാളിറ്റി നിങ്ങളിൽ മറ്റുള്ളവർ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു മരുമോളോ ഏതെങ്കിലും അടുത്ത വീട്ടിലുള്ളൊരു അമ്മായിമ്മ പറയണ്ടാവും, ആ താത്താക്ക് കിട്ടിയ മരുമോൾ എന്ത് നല്ല മരുമോൾ, എനിക്ക് കിട്ടിയത് കണ്ടില്ലേ. പക്ഷെ ഈ പെരിയുള്ള ആൾ പറയണ്ടാവും എന്ത്, ആ പെണ്ണ് എന്തോ ഒരു നല്ല മുറ്റത്തെ മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞ പോലെ നമ്മളെ ആൾക്കാരെ അടുത്തുനിന്ന് നമ്മളെ ചീത്തയാണെങ്കിലും നമ്മളാരൊക്കെ നല്ലതാക്കിയിട്ട് നമ്മളാരൊക്കെ കാണിച്ചിട്ട് പറയണ്ടാവും. ഇപ്പം നമ്മൾ പറയില്ല, ഓന് കണ്ടില്ല എന്തൊരു നല്ല പഠിപ്പിച്ചാണ്, ഈ പെണ്ണ് കണ്ടില്ല എന്ത് നന്നായിട്ട് പാട്ടാടും. പക്ഷെ ആ പെണ്ണിൻ്റെ വീട്ടുകാർക്കോ ആ പെണ്ണിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കോ ആ ഒരു ചിന്ത ഉണ്ടാവില്ല. യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എന്നോട് എത്ര ആൾക്കാർ പറയണം, എനിക്ക് ഈ തടിയും വെച്ചുകാണ്ട് ആക്കെ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ ഗ്ലാമർ ഉള്ള പോലെ സൈസ് സീറോ ഉള്ള രോഗമാണ്. അതിൽ നന്നായിട്ട് ഇംഗ്ലീഷും കാര്യങ്ങളും സംസാരിക്കാൻ അറിയണം, എനിക്ക് എന്താ അറിയാം. പിന്നെ അതിലിങ്ങനെ മുഖം കാണിക്കാതെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഒന്നത്. രണ്ടാമത്തത്, ഇനിയിപ്പോൾ എനിക്ക് മുഖം കാണിച്ച് കാണണമെങ്കിൽ തന്നെ എന്നെ സ്ക്രീനിൽ കൊള്ളുമോ, ലാപ്ടോപ്പിൽ വീഡിയോ എടുക്കേണ്ട രുചി. അതിന് സെൽഫി സ്റ്റിക്ക് വേണം, ക്യാമറ വേണം, നല്ല ഫോൺ വേണം, എന്തെല്ലാം കാര്യങ്ങൾ വേണം. അതൊക്കെ പണ്ടെടുത്തുന്നവിടെ അതിന് എപ്പോഴും പൈസ ചിലവാക്കി എല്ലായിടത്തേക്കും ഇങ്ങനെ ട്രിപ്പ് അടിച്ച് നടക്കണം. യൂട്യൂബർമാരുടെ ലൈഫൊക്കെ വേറൊരു ലൈഫാണ്. അങ്ങനെ എഡിറ്റ് ചെയ്യണം, ഇങ്ങനെ എഡിറ്റ് ചെയ്യണം, ഇത്ര ക്ലിയർ വേണം, അത് വേണം. അതൊന്നും ഇല്ലാതെ ഒരു 12,000 റുപ്യേൻ്റെ റെഡ്മി ഫോൺ കൊണ്ടാണ് ഇത്ര കാലം ഞാൻ വീഡിയോ എടുത്തതും വീഡിയോ ഇട്ടതും. എന്നെ കാണിക്കാതെയാണ് വീഡിയോ ഇട്ടെന്ന് വെച്ചിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്ക് ഒരുപാടില്ലെങ്കിലും ഞാൻ ഇറങ്ങിയതിനുള്ളത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മെനക്കെട്ട സമയം വെറുതെ ആയിട്ടില്ല. അതുപോലെ തന്നെ നൈറ്റി ബിസിനസ് തുടങ്ങിയപ്പോഴും കുറത്തിയാളാണ് ഞങ്ങളെ നാട്ടിൽ മാക്സി വിൽക്കൽ. എനിക്കെന്തപ്പോൾ ഇതിന് ഇത്ര മാത്രം കഷ്ടപ്പാട്, എൻ്റെ കുടുംബത്തിൽ ഇത്ര ഇടങ്ങാറുണ്ടോ, ഇതുകൊണ്ടൊക്കെ എനിക്കെന്താ കിട്ടണേ. എൻ്റെ പുതിയാപ്പിള ഇതിനൊക്കെ എന്നെ അയക്കുണ്ടല്ലോ, എന്നെ എങ്ങനെ കെട്ടിച്ചതാ, 5 മോളല്ലുള്ളൂ, എനിക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ, ഓലെ വീട്ടിലെന്താ ബുദ്ധിമുട്ട്, വെറുതെ എന്തിനാ മറ്റുള്ളവരെ പറയിപ്പിക്കാൻ നടക്കേണ്ടത് പറഞ്ഞ പോലെ എനിക്ക് ജീവിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എനിക്ക് തോന്നി വെറുതെ കളയുന്ന സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിർത്താൽ എനിക്ക് കാക്കൂന് ചെയ്തു തരാൻ പറ്റുന്ന ചെയ്തു തരാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്യാം. ഇനി കാക്കൂന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് സഹായിച്ചു കൊടുക്കാം. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് കാക്കൂനോട് ചോദിക്കാതെ അത് ചെയ്ത് കൊടുക്കാം. കാക്കൂനോട് ചോദിക്കണ്ടെന്നല്ല, അതുപോലെ എനിക്കൊരാളെ കണ്ടാൽ ആ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്ത് കൊടുക്കണം എന്ന് തോന്നിയാൽ അതിനും കാക്കൂനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നൊരു തോന്നൽ. പിന്നെ കാക്കു ഗൾഫിലല്ല, ഇവിടെ നാട്ടിലാണ്. കൂലിപ്പണി എടുത്തുകൊണ്ട്, കൂലിപ്പണി എന്നല്ല വയറിങ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതായാലും മതി, ഗൾഫിൽ കുറേ കഴിഞ്ഞാലും ഉണക്കമുളകായാലും ഞങ്ങൾക്ക് അത് മതിയെന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ കാലത്തെ ചിലവുകളും കാര്യങ്ങളും നമുക്കറിയാം. നമ്മളെ മക്കളെ ആഗ്രഹങ്ങൾ സാധിക്കാനെങ്കിലും ഒരു കൂട്ടാവാനും അങ്ങനെ ഞാൻ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് അൽഹംദുലില്ലാ ആ ഒരു ഫീൽഡിലേക്ക് യൂട്യൂബും കൂടി കൂട്ടി യോജിപ്പിച്ചതുകൊണ്ട് രണ്ടും സക്സസ് ആയിട്ട് നടന്നു പോണ്. ഇത്ര ആലോചിച്ചാൽ മതി. എല്ലാം തേഞ്ഞോരായിട്ടും ആരുമില്ല, എല്ലാം കുറഞ്ഞോലായിട്ടും ആരുമില്ല. ഇപ്പം അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് വരെ വേറെ എന്തൊക്കെയോ കഴിവുകളുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് കുറച്ച് ആൾക്കാരുള്ളൂ. അത് തിരിച്ചറിയാതെ ഇങ്ങനെ എനിക്ക് അതിനൊന്നും കഴിയും ഇതിനൊന്നും കഴിയൂല എന്ന് പറഞ്ഞ് നടക്കണോലും കുറച്ചുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇതിൽ പെടാതിരിക്കുക. അവനാൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവനാൻ ആദ്യം വിശ്വസിച്ച് തുടങ്ങാം. അപ്പോൾ ഇതിലുള്ള ഈ ഒരു മെറ്റീരിയൽസ് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. എൻ്റെ നമ്പർ 92 078 15 205. ചില വല്യമാർ പറയണ്ടോ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്ന്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ റേറ്റ് കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറഞ്ഞുതരാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ ഫോട്ടോസ് അയച്ചുതരും. നിങ്ങൾ അതിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുതലാവുന്നുള്ളതിൽ മാത്രം എടുത്താൽ മതി.
നമ്മളെ അടുത്ത് നിന്ന് എടുത്തെന്ന് വെച്ചിട്ട് നിങ്ങളെ ബിസിനസ് വിജയിക്കണം എന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മളെ അടുത്ത് എടുത്താൽ ആവുന്നല്ല. നിങ്ങൾക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ അവിടെ ഏട്ടന് അഞ്ചന് ഇത്ത കാക്ക മറ്റോല് മറിച്ചോല് ചങ്ങായി അതൊന്നുമില്ല. അവിടെ ലാഭം മാത്രം. നഷ്ടം കുറക്കണം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ എല്ലാവരും ചെയ്യാം. നിങ്ങളെല്ലാവരും നല്ലൊരു ബിസിനസ് വ്യക്തി ആവണം എന്നേ നമുക്ക് ആഗ്രഹമുള്ളൂ. ഇനി ഇത് നിങ്ങൾ മുമ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. അത് എന്ത് തന്നെ ആയാലും പറ്റുന്ന പോലെ ചെയ്യാം. അപ്പോൾ നമ്മളെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തിട്ടേക്കുക. ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഷെയറായി. താങ്ക്